ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 റിഫ്രഷിങ് ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഗ്രേപ്പ് ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ചധികം ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി മിക്സിയുടെ ജാറിനകത്ത് ഇട്ട് ഒരു 4 തവണ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതുപോലൊരു സ്ട്രെയിനർ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുക. അപ്പോഴേക്കും ഇതിനകത്ത് കുരുവൊന്നും അടിഞ്ഞു പോകാണ്ട് നമുക്കിത് നന്നായിട്ട് തന്നെ കിട്ടും. ആ ഒരു കുരുവിൻ്റെ ചവർപ്പൊന്നും ഉണ്ടാവത്തില്ല. ഇത് നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ബാക്കി വരുന്നത് ഒന്ന് കുത്തിപ്പിഴിഞ്ഞെടുക്കുക. അതായത് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. ഇനി പിഴിഞ്ഞെടുത്തതിന് ശേഷം ഈ ബാലൻസ് വരുന്ന ഈ ഒരു പോർഷൻ പിന്നെയും ഒന്ന് മിക്സിയുടെ ജാറിനകത്തോട്ടിടുക. ഒരു 1/2 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെയും ഒന്നും കൂടി എന്നിട്ട് ഇതുപോലെ സ്ട്രെയിൻ ചെയ്തെടുത്താൽ അതിനകത്തുള്ള ജ്യൂസ് അത്രയും ഇങ്ങി പോരുകയും ചെയ്യും. അതിൻ്റെ കുരുവിൻ്റെ ചവർപ്പൊന്നും ഉണ്ടാവത്തില്ല. ഇനി ഈ ജ്യൂസിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ട് ഇത് വീണ്ടും മിക്സിയുടെ ജാറിനകത്തോട്ട് ഇടുക. കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് പിന്നെ ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ടിട്ട് കുറച്ചധികം ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 മിൻറ്റ് ലീവ്സും കൂടി കീറിയിട്ട് കൊടുക്കുക. ഒരു ഗ്ലാസ്സിലേക്ക് ഇതൊഴിച്ചാൽ നമുക്കിത് സർവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ചൂട് സമയത്തും നോമ്പ് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ ഡ്രിങ്ക്. ഇനി അടുത്ത ഡ്രിങ്ക് കാണിച്ചു തരാവേ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ മെയിനായിട്ട് എടുത്തിട്ടുള്ളത് തണ്ണിമത്തനാണ്. അപ്പോൾ കുറച്ചധികം തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചധികം ആപ്പിളും കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. അതും ചെറിയ ചെറിയ പീസായിട്ട് തന്നെയാണ്. ഇതിനൊരു പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഇത് സബ്ജാ സീഡാണ്. 2 സ്പൂൺ സബ്ജാ സീഡ് നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ ഇതിനോടൊപ്പം കുറച്ചധികം പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം പഞ്ചസാരയുടെ അളവ് കൂട്ടാനായിട്ട് നോക്കാം. ഞാൻ നേരത്തെ തന്നെ പാല് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം മിൽക്ക് മെയ്ഡും ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുത്ത പാലാണിത്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കട്ടയാക്കിയതാണ്. എന്നിട്ട് ഇതിനകത്തോട്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടാനായിട്ട് നോക്കാം. ഇനി ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് തണ്ണിമത്തനും ആപ്പിളൊക്കെ ഇതിനകത്ത് ഉടഞ്ഞ് ചേർന്നിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഈ ഒരു ഡ്രിങ്കിന് വരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്കിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നല്ല കട്ട പാലല്ലേ നമ്മൾ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ചൂടിന് മാത്രമല്ല, ഈ നോമ്പ് സമയത്തും കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. വയറും അങ്ങ് ഫില്ലാവും കേട്ടോ ഈ ഒരു കപ്പ് കുടിക്കുവാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ.